ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ആത്മീയ മനുഷ്യരാണോ അതോ ഈ ലോകത്തിൻ്റെ ഭൗതിക മനുഷ്യരാണോ തിരിച്ചറിയുന്ന വെളിപ്പെടുത്തുന്ന ഒരു വലിയ വചനമായത്. പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ, വലിയ രോഗത്തിൻ്റെ, വലിയ തകർച്ചയുടെ, ഒരുപക്ഷെ മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഒക്കെ പരിഹരിക്കാൻ പറ്റാത്ത വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്കിങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. സാധാരണ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങൾ കുറേയും കൂടെയും കൂടുതലാകുമ്പോൾ, പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നമ്മുടെ ബുദ്ധിയിലൊക്കെ ഒതുങ്ങാത്ത കാര്യമായി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര ടെൻഷൻ, ഭയങ്കര വിഷമം, ഇതിന് പരിഹാരം ഇല്ല, നമ്മളിങ്ങനെ ഓടി നടക്കുക, ഭയങ്കര ഡിപ്രഷനിലേക്കിട്ട് ഭയങ്കര ടെൻഷനിലേക്കൊക്കെ പോവുക. ഈ സമയത്തും ഇങ്ങനെ ഹബക്കൂക്ക് പ്രവാചകൻ പറയുക, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എല്ലാം നഷ്ടപ്പെട്ടാലും എല്ലാ ലോകം കൈവിട്ടാലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. നമുക്കിതുപോലെ വലിയ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുടെ മുമ്പിലൊക്കെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്കിതുപോലെ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് വലിയ പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും നടുക്ക് നമുക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ആത്മീയ മനുഷ്യരാണ്. 100% ദൈവത്തിൽ നമുക്ക് വിശ്വാസമുള്ളവരാണ്. നമ്മളതല്ല, ഈ പ്രശ്നങ്ങളുടെ നടുക്കൊക്കെ നമ്മളിങ്ങനെ ടെൻഷനിലാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ആത്മീയമായിട്ട് ഇനി ഒത്തിരി വളരാനായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ പരിഹാരമില്ലെന്ന് തോന്നുന്ന വലിയ ടെൻഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മളിനി ഒത്തിരി വിശ്വാസത്തിൽ ഉറക്കപ്പെടാനായിട്ടുണ്ട്, ഒത്തിരി ആത്മീയമായിട്ട് വളരാനായിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആനന്ദത്തിൻ്റെ പൂർണ്ണതയായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും എല്ലാ മാനസിക സംഘർഷങ്ങളും അങ്ങേ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് യഥാസമയം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നേ ദിവസം പലവിധ കാരണങ്ങൾ കൊണ്ട് ആകുലരായി ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തി നിൽക്കുന്നവരുണ്ട്. എല്ലാ വ്യക്തികളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കടക്കെണി, ജപ്തി ഭീഷണി, ജോലി നഷ്ടപ്പെട്ടവർ, ജോലി ഇല്ലാത്തവർ, മാറാ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവർ, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, പ്രത്യേകിച്ച് വയോജനങ്ങളെ, ആഡംബരത്തിൻ്റെ നടുവിലിങ്ങനെ സ്വർണ്ണക്കൂട്ടിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കൂടിനുള്ളിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. അവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉള്ളു തുറന്നൊന്നും സംസാരിക്കാൻ എല്ലാവരും ഉണ്ട്, പക്ഷേ ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ കഴിയുന്ന പ്രായമായവരും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട്. അവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഏകാന്തതയിൽ കഴിയുന്നവരെയും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് സന്തോഷിക്കാനും ആനന്ദിക്കാനും ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ വ്യക്തികളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.